ഹായ് വെൽക്കം ബാക്ക് ടു ഡാസിൽ ഡിസൈൻ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഫെമി സൂപ്പർനെറ്റ് കോട്ടായിൽ വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം പാറ്റേണിലുള്ളതാണ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ഞാൻ ആദ്യമേ പറയാം. ഇതിന്റെ ഒരു സെന്ററിൽ കൂടെ നമ്മുടെ ഈ ഒരു വേസ്റ്റ് ഏരിയയിൽ ഇങ്ങനെ ഒരു ക്രോഷിയോടെ ഒരു ലേസ് വരുന്നുണ്ട്. ആ ഒരു യെല്ലോ കളറും ഒരു റെഡും കൂടാണ്, ഒരു റെഡിഷ് മെറൂണും കൂടാണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ആ ഒരു വേസ്റ്റ് ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ക്രോഷിയോ ലേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഈ രണ്ട് പാനലായിട്ട് ആ ഒരു റെഡ് ഷെയ്ഡിലും ഒരു ക്രോഷിയോ ലേസ് വരുന്നുണ്ട്. അതുപോലെ സെന്ററിൽ ഇങ്ങനെ ഒരു ബ്ലോക്ക് പ്രിന്റ് പോലെ കൊടുത്തിട്ട് അതിനകത്ത് ആ ഒരു ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ത്രെഡും കൊണ്ടുള്ള ഒരു കാന്താ വർക്ക് പോലെ ചെയ്തിട്ട് ലൈറ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ദുപ്പട്ടയിലോട്ട് വരുമ്പോൾ ദുപ്പട്ടയും ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയുടെ ഈ ഒരു നാല് സൈഡിലും അതുപോലെ രണ്ട് സൈഡിലും ഈ എൻഡിലും ഈ ഒരു യെല്ലോ കളറിൽ ആ ഒരു ക്രോഷിയോ ലേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ടയുടെ സാൽവേജ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ക്രോഷിയോ ലേസും കൊണ്ടാണ്. അങ്ങനെ ഫുൾ അങ്ങനെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. അതുപോലെ ബോട്ടം വരുന്നത് ആ ഒരു റെഡ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന കോട്ടൺ സിൽക്കിന്റെ ബോട്ടം ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് പാറ്റേൺ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം പാറ്റേൺ ആണ്. നിങ്ങൾക്ക് അതൊന്നുകൂടെ ഒന്ന് കാണാം. അതിന്റെ ആ ഒരു സെന്ററിൽ കൂടെ ആ ഒരു ക്രോഷിയോ ലേസ് ഉണ്ട്. അതുപോലെ തന്നെ പാനലായിട്ടും ഉണ്ട്. പിന്നെ ആ ഒരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു യോക്ക് ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബാക്ക് പ്ലെയിൻ ആണ്. ആ ഒരു ബ്ലോക്ക് പ്രിന്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ആ ഒരു ടോപ്പിന്റെ ലുക്ക്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം പാറ്റേൺ തന്നെയാണ്. ദുപ്പട്ട ഞാൻ വെയർ ചെയ്തൊക്കെ സെയിം പാറ്റേൺ തന്നെയാണ്, സെയിം കോമ്പിനേഷനുമാണ്. ദുപ്പട്ട ഒരു കോട്ടൺ സിൽക്കിന്റെ ദുപ്പട്ട വരും. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1450 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് ആ ഒരു ബോട്ടിൽ ഗ്രീനും അതുപോലെ ഒരു ക്രീം ഷെയ്ഡില് ആ ഒരു യോക്ക് വരുന്നത് ഒരു ക്രീം ഷെയ്ഡിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീനിന്റെ ആ ഒരു പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും. ആ ഒരു സെന്ററിൽ കൂടെ ക്രോഷിയോ ലേസും വരും. അതുപോലെ രണ്ട് സൈഡിലും പാനലായിട്ട് ലേസും അതുപോലെ സെന്ററിൽ കൂടെ ഒരു ഹാൻഡ് വർക്കും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് വരുന്നത് ഇങ്ങനെ രണ്ട് യോക്ക് ഡിസൈൻ ആയിട്ട് തന്നെ വരും. അവിടെ വർക്കൊന്നും വരുന്നില്ല. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിൽ വരും. ഇങ്ങനെയാണ് ആ ഒരു ടോപ്പിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ യോക്കിന്റെ ആ ഒരു പാറ്റേണിലുള്ള ആ കളറിലാണ്. ഇതിന്റെ ആ ഒരു സെന്ററിലെ ആ ഒരു പ്രിന്റ്സ് ഒക്കെ വന്നിരിക്കുന്നത്. അതുപോലെ നാല് സൈഡിലും ആ ഒരു ക്രോഷിയോയുടെ ലേസും ഉണ്ട്. അതല്ലാതെ സാൽവേജിലെ ആ ഒരു ചെറിയ ക്രോഷിയോ ലേസും ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ടോപ്പും ദുപ്പട്ടയും കൂടെ ഇങ്ങനെ വരും. ബോട്ടം വരുന്നത് ആ ഒരു നല്ല ബോട്ടിൽ ഗ്രീനിനകത്ത് ബോട്ടിൽ ഗ്രീനിനകത്താണ് ബോട്ടം വരുന്നത്. ഇതിന്റെ ആ ഒരു ലുക്ക് ഇങ്ങനെ വരും. ഇതിന്റെ റേറ്റ് വരുന്നത് 1450 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡും ഒരു ഒണിയൻ പിങ്കിന്റെ ഒരു ഷെയ്ഡും കൂടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ അനുസരിച്ച് മടക്കി പിടിക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇതിന്റെ ടോപ്പിന്റെ ലുക്ക് ഇങ്ങനെ വരും. ദുപ്പട്ട ആ ഒരു യോക്കിന്റെ കളർ വരും. അതുപോലെ തന്നെ ലേസ് ഒക്കെ നാല് സൈഡിലും ലേസ് ഒക്കെ കൊടുത്ത് ക്രോഷിയോട് ലേസ് ഒക്കെ കൊടുത്ത് അങ്ങനെയാണ് ദുപ്പട്ട ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ടോപ്പിന്റെ ദുപ്പട്ടയുടെയും കൂടെ ഒരു ലുക്ക് വരുന്നത്. ബോട്ടം വരുന്നത് ആ ഒരു ഡാർക്ക് ആ ഒരു വയലറ്റ് ഷെയ്ഡാണ്, ആ ഒരു വൈൻ ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 1450 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് വൺ വരുന്നത് ഒരു ഡാർക്ക് ഒരു ഗ്രേയും ബ്ലാക്കും എല്ലാം കൂടെ ചേർന്ന് ഒരു ഗ്രീനും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ് വന്നിരിക്കുന്നത്. യോക്കില് വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ഒരു വൈറ്റ് ഷെയ്ഡില് ആ ഒരു ഗ്രേയുടെ ഒരു ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഇങ്ങനെ വരും ഇതിന്റെ ഫ്രണ്ട് പാർട്ട്. ബാക്ക് ഇങ്ങനെ വരും. ഈ ഒരു മെറ്റീരിയലിനകത്ത് കുറച്ച് മിററും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ മിറർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പിന്റെ ലുക്ക് വരുന്നത്. ദുപ്പട്ട ഈ ഒരു യോക്കിന്റെ ആ ഒരു ഡിസൈൻ ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നത് വൈറ്റ് ആണ് ആ ഒരു ക്രോഷിയോ ലേസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സാൽവേജിലും വന്നിരിക്കുന്ന ആ ഒരു വൈറ്റ് ലേസ് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് ഇങ്ങനെ വരും.
ബോട്ടം വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ്. ഇതിന്റെ ബോട്ടം വരുന്നത് ബ്ലാക്ക് ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 1450 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത്രയും മെറ്റീരിയൽസ് ആണ് ഇന്ന് നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സെൻഡ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്